Hi, my dears. Good morning. Again, we with our history. Last day, we discussed about the limitations of civil disobedience movement or limits of civil disobedience movement. With that, we studied about the untouchables, the problem of untouchables, and how that is settled by the Gandhiji and Ambedkar. The next another limitation or another limit of civil disobedience movement that with the Muslims. Some of the Muslim political organization from your 68th page, last paragraph. Some of the Muslim political organizations in India were also lukewarm in their response to the civil disobedience movement. After the decline of non-cooperation Khilafat movement, a large section of Muslims felt alienated from the Congress. From the mid-1920s, the Congress came to be more visibly associated with the openly Hindu religious nationalist groups like Hindu Mahasabha. As relations between Hindus and Muslims worsened, each community organized religious processions with militant fervor, provoking Hindu-Muslim communal clashes and riots in various cities. Every riot deepened the distance between the two communities. Then another limits for civil disobedience movement that the relation between the Hindus and Muslims became worse. Some of the Muslim political organizations in India were also lukewarm in their response to the civil disobedience movement. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ അതുമായിട്ട് റെസ്പോൺസ് ചെയ്തത് ലുക്വാമായിട്ടാണ്. ലുക്വാം മീൻസ് ഉദാസീനത എന്ന് പറഞ്ഞാൽ തങ്ങളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നുള്ള ഫീലോട് കൂടിയിട്ട് അല്ലെ. ഫസ്റ്റ് നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാ മുസ്ലിംസും എന്താണ് ഇൻട്രസ്റ്റിംഗ്ലി ദേ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെൻറ്റ്. ബട്ട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ദേ റെസ്പോണ്ട് ഇൻ ലുക്വാം, അതായത് എന്താണ് ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് അവർ അലൈനേറ്റ് വിട്ടുനിന്നു വിത്ത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. Some of the Muslim political organizations in India were also lukewarm in their response to the civil disobedience movement. Why they respond like that? After the decline of non-cooperation Khilafat movement, a large section of Muslims felt alienated from the Congress. Non-cooperation Khilafat movement fail ആയി അല്ലേ, ഡിക്ലൈൻ ആയി. കാരണം അത് പല കാരണങ്ങളാൽ പല പ്ലേസസും ക്ലാഷസും ബുദ്ധിമുട്ടുകളും ക്രിയേറ്റ് ചെയ്തപ്പോൾ അല്ലെ അതെന്ത് ചെയ്തു, ഡിക്ലൈൻ ആയി. സോ ആഫ്റ്റർ ദാറ്റ് ലാർജ് സെക്ഷൻ ഓഫ് മുസ്ലിംസ് അല്ലെ മുസ്ലിംസിൻ്റെ ലാർജ് സെക്ഷനും ഫെൽറ്റ് അലൈനേറ്റ് ഫ്രം ദ കോൺഗ്രസ്, കോൺഗ്രസിൽ നിന്നും അവർ വിട്ടുനിന്നു. കാരണം ഫ്രം ദ mid-1920s the Congress came to be more visibly associated with openly Hindu religious nationalist groups like the Hindu Mahasabha. 1920s തൊട്ട് കോൺഗ്രസ് മോർ വിസിബിളി അസോസിയേറ്റ് വിത്ത്, അതായത് നല്ല രീതിയിൽ കണക്റ്റഡ് ആയി ആരുമായിട്ട്, അസോസിയേറ്റ് വിത്ത് ഓപ്പൺലി ഹിന്ദു റിലീജിയസ് നാഷണലിസ്റ്റ് ഗ്രൂപ്പ്സ് ലൈക്ക് ഹിന്ദു മഹാസഭ. ഹിന്ദു റിലീജിയസിൻ്റെ നാഷണലിസ്റ്റ് ഗ്രൂപ്പ്സ് ആണ്, അതായത് ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ള ഹിന്ദു റിലീജിയൻ്റെ നാഷണൽ ഗ്രൂപ്പാണ് ഹിന്ദു മഹാസഭ. ഈ ഹിന്ദു മഹാസഭയിലെ ആളുകളുമായിട്ട് കോൺഗ്രസ് വിസിബിളി അസോസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ഇവരുമായിട്ട് നല്ല കണക്ഷൻ ക്രിയേറ്റ് ചെയ്തതായിട്ട് ഫെൽറ്റ് ബൈ ദ മുസ്ലിം ലാർജ് സെക്ഷൻ ഓഫ് മുസ്ലിം. സോ ദേ ഫെൽറ്റ് അലൈനഡ് ഫ്രം ദ കോൺഗ്രസ്. അതുകൊണ്ട് അവർ കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്നു. എന്തുകൊണ്ടാണ് ഹിന്ദു മഹാസഭയായിട്ട് ഇവർ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവർ വിട്ടുനിൽക്കാൻ കാരണം ആസ് റിലേഷൻസ് ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിം വോസൻ ഈച്ച് കമ്മ്യൂണിറ്റി അല്ലെ, വോസൻ അല്ലെ, ഹിന്ദുസും മുസ്ലിംസും തമ്മിലുള്ള റിലേഷൻ വോസൻ്റെ, അതായത് എന്താണ് അങ്ങേയറ്റം ബാഡായിട്ട് മാറി. കാരണം ഈച്ച് കമ്മ്യൂണിറ്റി ഓർഗനൈസ്ഡ് റിലീജിയസ് പൊസിഷൻ, രണ്ട് ഹിന്ദുസും മുസ്ലിംസും അവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള പ്രൊസഷൻസ് അല്ലെ, ഘോഷയാത്രകളും പ്രചരണങ്ങളും വിത്ത് മിലിറ്റന്റ് ഫേവർ, അതായത് എന്താണ് ഹിന്ദുക്കൾ അവരുടെ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അവരുടെ സംഭവങ്ങൾ നടത്തുമ്പോൾ മുസ്ലിംസിനെതിരായിട്ടുള്ളൊരു ഫീലോട് കൂടി, മുസ്ലിംസ് ചെയ്യുമ്പോൾ ഹിന്ദുസിനെതിരായിട്ടുള്ളൊരു ഫീലോട് കൂടി, അതാണ് വിത്ത് മിലിറ്റന്റ് ഫേവർ എന്ന് പറയുന്നത്. അതായത് അവരുമായിട്ട് എതിർത്തുകൊണ്ടുള്ളൊരു പ്രകടനമായിരുന്നു
അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരുന്നത്. റിലീജിയസ് പ്രൊസഷൻ, മതപരമായിട്ടുള്ള ആചാരങ്ങളും സംഭവങ്ങളെല്ലാം ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിലിറ്റന്റ് അല്ലെ, അതായത് അവർക്കെതിരെ എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഇത് ഡിറ്റ്. സോ ദിസ് പ്രൊവോക്കിംഗ് ഹിന്ദു മുസ്ലിം കമ്മ്യൂണൽ ക്ലാഷസ് അല്ലെ, ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിലുള്ള കമ്മ്യൂണൽ ക്ലാഷസ് ക്രിയേറ്റ് ചെയ്തു, റൈറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. ക്ലാഷസ് മീൻസ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തു, അങ്ങോട്ട് ഒരുപാട് ആളുകൾ അത് കാരണത്താൽ കൊല്ലപ്പെട്ടു ഇൻ വേരിയസ് സിറ്റീസ് അല്ലേ. സോ എവരി റൈറ്റ് അല്ല, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാ റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഭാഗവാക്കാവുന്ന ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റിൽ ഭാഗമായിട്ടുള്ള ആളുകളെയാണ് റൈറ്റ് എന്ന് പറയുന്നത്. എവരി റൈറ്റ് ഡിപ്പെൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കമ്മ്യൂണിറ്റീസ്. എല്ലാ റൈറ്റിനും അവരുമായിട്ട് യാതൊരുവിധ അടുപ്പവും ഇല്ലാത്ത രീതിയിൽ അവർ ശത്രുക്കളെ പോലെ പിന്നീട് മാറി അല്ലേ. അത് കാരണം ഹിന്ദു മഹാസഭ എന്നുള്ള സംഭവമായിട്ട് അല്ലേ, നാഷണൽ റിലീജിയസ് ഓർഗനൈസേഷനുമായിട്ട് കോൺഗ്രസിന് നല്ല അടുപ്പമുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്ത കാര്യമായിട്ടാണ് മുസ്ലിംസ് ഫെൽറ്റ് അലൈനഡ് ഫ്രം ദ കോൺഗ്രസ്. ദാറ്റ് വൈ ദേ റെസ്പോണ്ട് വിത്ത് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആസ് ലുക്ക് വാം. ഇസ് ഇറ്റ് ക്ലിയർ? Okay, the next paragraph. The Congress and the Muslim League made effort to negotiate an alliance, and in 1927 it appeared that such a unity could be forged. The important differences were over the question of representation in future assemblies that were to be elected. Muhammad Ali Jinnah, one of the leader of Muslim League, was willing to give to demand for separate electorate if Muslims were asserted reserved seats in Central Assembly and representation in proportion to population in Muslim-dominated provisions. Negotiations over the question of representation continued, but all hope of resolving the issue at the All Parties Conference in 1928 disappeared when M.R. Jayakar of Hindu Mahasabha strongly opposed effort at compromises. What is saying in that paragraph? The Congress and Muslim League അല്ലേ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മിക്സഡ് ആണ്, എല്ലാ പാർട്ടീസിനെയും എല്ലാ റിലീജിയനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസിന് വേണ്ടി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്താണ് ആ ടൈമിൽ മുസ്ലിം ലീഗ്. ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗ് എന്ന പാർട്ടി മെയ്ഡ് എഫേർട്ട് ടു നെഗോഷിയേറ്റ് ആൻ അലയൻസ്, അതായത് രണ്ട് കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഈ പ്രോബ്ലംസ് സെറ്റിൽ ആവാൻ റിസോൾവ് ആക്കാൻ അവർ എഫേർട്ട് എടുത്തു. നെഗോഷിയേറ്റ് ആൻ അലയൻസ് എന്ന് പറഞ്ഞാൽ രണ്ടിനെയും യോജിപ്പിച്ചൊരു അലയൻസിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. And in 1927 it appeared that such a unity could be forged. 1927 അത്തരത്തിലൊരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്തതായിട്ട് തോന്നി, അതായത് കുറച്ചൊരു പ്രോബ്ലംസ് സെറ്റിൽഡ് ആയി 1927 അങ്ങനെ ഒരു യൂണിറ്റി കുഡ് ബി ഫോർഗഡ് നിർമ്മിച്ചു ബൈ ദ എഫേർട്ട് ഡൺ ബൈ ദ കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ്. The important differences were over the question of representation in future assemblies that were to be elected. ഫ്യൂച്ചർ അസംബ്ലീസിൽ, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്റിലോട്ട് അല്ലെങ്കിൽ നാഷണൽ ഗവൺമെന്റിലോട്ട് ഇന്ത്യൻസിന്റെ വോട്ട് പ്രകാരം ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള ടൈമായി അല്ലേ. ആ ടൈമിൽ അല്ലേ എത്രത്തോളം സീറ്റ് മുസ്ലിംസിന് കൊടുക്കും അല്ലെങ്കിൽ ഹിന്ദുസിന് എത്ര എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനാണ്, ആ ഒരു ഡിഫറൻസ് ആണ് മെയിനായിട്ടും ഉണ്ടായിരുന്നവർക്ക്. ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് were over the question of representation in future assemblies that were to be elected. മുഹമ്മദ് അലി ജിന്ന, വൺ ഓഫ് ദി ലീഡർ ഓഫ് ദ മുസ്ലിം ലീഗ് അല്ലേ, മുസ്ലിം ലീഗിൻ്റെ ലീഡറാണ് മുഹമ്മദ് അലി ജിന്ന, വാസ് വില്ലിംഗ് ടു ഗീവ് അപ്പ് ഡിമാൻഡ് ഫോർ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്. മുസ്ലിംസ് ആവശ്യപ്പെടുന്ന സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആണ്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ദളിത്സിന് BR അംബേദ്കർ ഡിമാൻഡ് ചെയ്ത പോലെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രേറ്റിൽ മുസ്ലിംസ് മാത്രമേ മത്സരിക്കൂ, അവിടെ നിന്ന് മുസ്ലിംസ് മാത്രമേ വരൂ എന്നുള്ളതാണ്. അവിടെ മറ്റുള്ളവർ മത്സരിക്കാൻ പാടില്ല, മറ്റുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള ഡിമാൻഡ് വെച്ചാൽ അത് മുസ്ലിംസിന് വേറൊരു ഏരിയ ആയിട്ട് മാറും എന്നുള്ളത് കാരണം കോൺഗ്രസ് ലീഡേഴ്സ് അത് അനുവദിച്ചു കൊടുത്തില്ല അല്ലേ. എന്നാൽ ആ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള മുഹമ്മദ് അലി ജിന്നയുടെ ഡിമാൻഡ് അയാൾ ഒഴിവാക്കാൻ തയ്യാറായി. ബട്ട് അതിന് പകരം അയാൾ ചോദിച്ചത് ഇഫ് മുസ്ലിംസ് വർ അഷ്വേർഡ് reserved seats in Central Assembly and representation in proportion to population in Muslim dominated provinces.
സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള ഡിമാൻഡ് അയാൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു. മറ്റൊരു ഡിമാൻഡ് അയാൾ മുന്നോട്ട് വെച്ചത് മുസ്ലിംസ് വേർ അഷോർഡ് റിസർവ്ഡ് സീറ്റ്. മുസ്ലിംസിന് അഷോർഡ് എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കണം, മുസ്ലിംസിന് കൊടുക്കണം റിസർവ്ഡ് സീറ്റ്സ് ഇൻ സെൻട്രൽ അസംബ്ലി. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ട് റിസർവ്ഡ് സീറ്റ്സും ആൻഡ് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. എന്തിൻ്റെ ബേസിൽ? പ്രൊപ്പോർഷൻ ടു പോപ്പുലേഷൻ ഇൻ മുസ്ലിം ഡോമിനേറ്റഡ് പ്രൊവിൻസസ്. അതായത് മുസ്ലിംസ് ഒരുപാടുള്ള ഏരിയാസിൽ നിന്നും കൂടുതൽ ആളുകളെ സെലക്ട് ചെയ്തിട്ട് റിസർവ്ഡ് സീറ്റ്സ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കൊടുക്കണം എന്നുള്ളതായിരുന്നു മുഹമ്മദ് അലി ജിന്നയുടെ ഡിമാൻഡ്. അല്ലേ, മുസ്ലിംസിൻ്റെ സീറ്റ് റിസർവ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതിന് പകരമായിട്ട് മുസ്ലിംസിന് വേണ്ടി സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണം എന്നുള്ള ഡിമാൻഡ് മുഹമ്മദ് അലി ജിന്ന റെഡി ടു ഗീവ് അപ്പ്. ഓക്കെ, സോ എവിടെയൊക്കെയായിരുന്നു മെയിനായിട്ട് ഇന്ത്യയിൽ മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസ്? ബംഗാൾ ആൻഡ് പഞ്ചാബ്. അല്ലേ? സോ നെഗോസിയേഷൻസ് ഓവർ ദ ക്വസ്റ്റ്യൻ ഓഫ് റെപ്രസെൻറ്റേഷൻ കണ്ടിന്യൂഡ്. റെപ്രസെൻറ്റേഷൻ്റെ ബേസിലുള്ള അല്ലെ, റെപ്രസെൻറ്റേഷൻ്റെ പേരിലുള്ള അല്ലെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ള നെഗോഷിയേഷൻസ്, സെറ്റിലാവാനുള്ള നെഗോഷിയേഷൻസ് മീൻസ് പ്രോബ്ലംസ് ഓവർകം ചെയ്യാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. ബട്ട് ഓൾ ഹോപ്പ് ഓഫ് റിസോൾവിങ് ദ ഇഷ്യൂ അറ്റ് ദ ഓൾ പാർട്ടീസ് കോൺഫറൻസ് ഇൻ 1928. അങ്ങനെ 1928 എല്ലാ പാർട്ടീസിൻ്റെ ഒരു കോൺഫറൻസ് കൊണ്ട് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യണം എന്നുള്ള അല്ലേ, ആ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യണം എന്നുള്ളതായിരുന്നു 1928 തീരുമാനം. 1928 ഓൾ പാർട്ടീസ് കോൺഫറൻസ് എന്നുള്ള അല്ലേ പരിപാടിയോട് കൂടിയിട്ട് എല്ലാ ഇഷ്യൂസും റിസോൾവ് ചെയ്യാന്നുള്ള ഹോപ്പ് നഷ്ടപ്പെട്ടു. കാരണം എന്താ? ഡിസപ്പിയേർഡ്, അതും നഷ്ടമായി. കാരണം വെൻ MR ജയഗാർ ഓഫ് ഹിന്ദു മഹാസഭ, ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ നാഷണൽ ഓർഗനൈസേഷൻ്റെ MR ജയഗാർ എന്ന് പറയുന്ന ലീഡർ അല്ലേ സ്ട്രോങ്ലി ഒപ്പോസ്ഡ് എഫേർട്ട് ടു കോംപ്രമൈസ്. രണ്ട് ടീമിനെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഈ എഫേർട്ട്, ഈ കോംപ്രമൈസ് എന്ത് ചെയ്തു? ഇയാൾ ശക്തിയായിട്ട് എതിർത്തു എന്നുള്ള കാരണത്താൽ ഓൾ പാർട്ടിയെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്തു? കോൺഫറൻസ് എല്ലാ ഇഷ്യൂ സെറ്റിൽഡ് ആവും എന്നുള്ള ആ ഒരു ഹോപ്പും ഡിസപ്പിയർഡ് ആയി. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാരഗ്രാഫ്? What is saying there? Okay, next paragraph. When the civil disobedience movement started, there was thus an atmosphere of suspicion and distrust between communities. Alienated from the Congress, large section of the Muslims could not respond to the call for united struggle. Many Muslim leaders and intellectuals expressed their concern about the status of Muslim as a minority within India. They feared that cultural and identity of minorities would be submerged under the domination of Hindu majority. What is saying in that paragraph? When the civil disobedience movement started, there was a atmosphere of അതുകൊണ്ട് മുകളിൽ പറഞ്ഞ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. വെൻ ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ്, സസ്പീഷൻ ആൻഡ് ഡിസ്ട്രസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി, സംശയത്തോടും അവിശ്വാസവും ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ ഉണ്ടായിരുന്നത്. അലീനേറ്റ് ഫ്രം ദ കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് അലീനേറ്റ് ലാർജ് സെക്ഷൻ ഓഫ് മുസ്ലിം, ദേ കുഡ് നോട്ട് റെസ്പോണ്ട് ടു ദ കോൾ ഫോർ യുണൈറ്റഡ് സ്ട്രഗിൾ. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള യുണൈറ്റഡ് സ്ട്രഗിളിൻ്റെ കോളിൽ ദേ ഡിഡിൻ റെസ്പോണ്ട്. മെനി മുസ്ലിം ലീഡേഴ്സ് ആൻഡ് ഇൻ്റലക്ച്വൽസ് മുസ്ലിം ലീഡേഴ്സും ഇൻ്റലക്ച്വൽസ് മീൻസ് ബുദ്ധിജീവികളും എക്സ്പ്രസ്ഡ് ദെയർ കൺസേൺ അബൌട്ട് അവർക്ക് പേടിയായിരുന്നു എന്തിനെക്കുറിച്ച്? സ്റ്റാറ്റസ് ഓഫ് മുസ്ലിം ആസ് എ മൈനോറിറ്റി വിത്തിൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ മുസ്ലിംസ് എന്നുള്ള കമ്മ്യൂണിറ്റി കുറച്ചേ ഉള്ളൂ, മെജോറിറ്റിയും ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ആ മൈനോറിറ്റി എന്നുള്ള സ്റ്റാറ്റസിന് ബേസ് ചെയ്തിട്ട് ദേ ഫിയർഡ് ദാറ്റ് കൾച്ചറൽ ആൻഡ് ഐഡൻറ്റിറ്റി ഓഫ് മൈനോറിറ്റീസ് മുസ്ലിംസ് എന്ന മൈനോറിറ്റിയുടെ കൾച്ചറും ഐഡൻറ്റിറ്റിയും വുഡ് ബി സബ്മേർജ്ഡ് അണ്ടർ ദ ഡോമിനേഷൻ ഓഫ് ഹിന്ദു മെജോറിറ്റിയുടെ ഉള്ളിൽ ഇല്ലാതായി മാറുമെന്നുള്ളതായിരുന്നു ദേ ഫിയർഡ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ലിമിറ്റേഷൻ, another limitation of civil disobedience movement? What about the first paragraph? Some of the Muslim political organizations in India were also lukewarm in their response to the civil disobedience movement. After the decline of non-cooperation Khilafat movement, a large section of Muslims felt alienated from the Congress. From the mid-1920s, the Congress came to be more visibly associated with openly Hindu religious national groups like Hindu Mahasabha. As a relation between Hindu and Muslims worsened each other, each community organized religious processions with a militant fervor, provoking
Okay. They provoking Hindu-Muslim communal clashes and riots in various cities. Every riot deepened the distance between the two communities. Next paragraph. The Congress and the Muslim League made effort to negotiate an alliance, and in 1927 it appeared that such a unity could be forged. The important differences were over the question of representation in future assemblies that were to be elected. Muhammad Ali Jinnah, one of the leaders of Muslim League, was willing to give up the demand for separate electorate. If Muslims were Muslims were assured reserved seats in Central Assembly and representation in proportion to population in the Muslim-dominated provinces, Bengal and Punjab. Negotiations over the question of representation continued, but all hope resolving the issue at the All Party Conference in 1928. 1928 All Parties Conference എന്നുള്ള പാർട്ടി കോൺഫറൻസോട് കൂടിയിട്ട് എല്ലാ പ്രോബ്ലംസും റിസോൾവ് ആവും, ഇഷ്യൂവും റിസോൾവ് ആവും എന്നുള്ള all hope disappeared when M.R. Jayagar of the Hindu Mahasabha strongly opposed efforts of compromise. The next paragraph. When the civil disobedience movement started, there was an atmosphere of suspicion and distrust between communities. Alienated from the Congress, large section of Muslims could not respond to the call for the united struggle. Many Muslim leaders and intellectuals expressed their concern about the status of Muslim as a minority within India. They feared that the culture and identity of minorities would be submerged under the domination of a Hindu majority. Today we studied about another limitation of civil disobedience movements with the Muslims. Okay. Next we need to study the sense of collective belong. The next 1 or 2 periods we can complete this chapter, and we completed for the chapters for exam. Okay, we will complete for the chapters for exam. Okay, then what we studied today, if you have any doubt you can ask to me. You should read minimum 5 times that topic. Okay, thank you.